ഹലോ അസ്സാം വലൈക്കും. ഇന്നലെ രാത്രി ഉസ്താൻ്റെ ഒരു മെസ്സേജ് ആണ്, വീട്ടിൽ ബദ്രമൗലൂദ് ഉണ്ട് വരണം എന്ന് പറഞ്ഞിട്ട്. ഏകദേശം 4 മണി 4:30 ആയപ്പോൾ ഞാൻ ഓഫീസും ക്ലോസ് ചെയ്ത് വണ്ടി എടുത്ത് ഇറങ്ങി. അങ്ങനെ ഞാൻ നേരെ പോയത് ലത്തീഫിൻ്റെ അടുത്ത്. അവൻ കുറേ വരണില്ല, കാലോണ്ട് വയ്യാന്നൊക്കെ പറഞ്ഞു. ഞാൻ വിടും. അങ്ങനെ വയ്യാത്ത കാലോണ്ട് ഞാൻ അവനും കൂട്ടിയാണ്ട് ഉസ്താൻ്റെ വരി പോയി. അങ്ങനെ അധികം ആളുള്ള പരിപാടിയൊന്നുമല്ല. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ബദ്രമൗലൂദ് തുടങ്ങി. നിങ്ങൾ ഈ കാണുന്ന ചുരുക്കുള്ള മനുഷ്യനാണ് എൻ്റെ ഉസ്താദ്. പിന്നെ 10 കൊല്ലം ദർസിൽ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, ഞങ്ങളെ സ്വന്തം ഷബീർ ഹസീൻ ഉസ്താദ്. ലത്തീഫ് മാത്രമല്ല കേട്ടോ, വേറെ കുറേ ചങ്ങായിമാർ വന്നിട്ടുണ്ടായി. അങ്ങനെ ബദ്രമൗലൂദൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോമ്പറക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എന്തൊക്കെ വിഭവങ്ങളുള്ളതെന്ന് നോക്കിയാൽ കുട്ടം മന്തിയും സമോസയും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഈ ചങ്ങായി എവിടെ പോയാലും ഇങ്ങനെ വിളിച്ചു തീർക്കണല്ലോ. ഈ ആറ്റിറ്റ്യൂഡ് ഇട്ട് കുത്തിർക്കുന്ന ആളാണ് നമ്മുടെ ഷമീമുൽ ഹക്ക് സഖാഫി. ആള് കാണാൻ ഒരു ഭീകരജീവിയാണെങ്കിലും ലോല ഹൃദയന. ഇതാണ് ജുനൈദ് കാടപ്പടി. ഓരോ ആത്മാർത്ഥത നോക്കിയാണ് നിങ്ങൾ എല്ലാവരും കുത്തിർന്ന് എന്നിട്ട് ഓൻ പണിയെടുക്കുക. അങ്ങനെ ഭാഗം കൊടുത്ത് ഫുഡ് അടി തുടങ്ങി. ഈ ചങ്ങായിമാരത് ആദ്യം തന്നെ മന്തി തന്നെ വിചാരിക്കേണ്ട, ആദ്യത്തൊന്നും വീഡിയോ എടുത്തിട്ട്. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി മന്തി കേട്ടോ. നമ്മളെ ജുനൈദ് ഉസ്താദിന്റെ എളാപ്പുണ്ടാക്കിയത്. ഞാനൊക്കെ പള്ള നിറച്ചത്. ഞങ്ങൾ മാത്രമല്ല, ഉസ്താദിന്റെ നാട്ടിലെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു പരിപാടിക്ക്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് ഒതുണ്ടാക്കി നിസ്കരിച്ച് പിന്നെ ഉസ്താദിന്റെ കൂടെ ഇരുന്ന് കുറച്ച് കുശലം പറച്ചിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉസ്താദിന്റെ വീട്ടിലെ കുട്ടികളെ ഞാൻ കുറച്ച് പാട്ട് പാടിയത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. نور محمد صلى الله لا إله إلا الله الأول والآخر هو الله والباطن هو جل جلاله سبحانه لا إله إلا الله. അങ്ങനെ ഓല പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ അജ്മലിന്റെ വീട്ടിൽ പോയി. അവിടെ അവൻ്റെ ഒപ്പം ഉണ്ടാക്കിയതാട്ടോ ഈ ചെടികളൊക്കെ. എനിക്ക് ചെടികളോട് ചെറിയ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ 2 ചെടി വാങ്ങിക്കൊണ്ടായി. അതൊക്കെ കഴിഞ്ഞ് നേരെ നാട്ടിൽ വെച്ച് എൻ്റെ കൂടെ ഉനൈസാണുള്ളത്. അങ്ങനെ നാട്ടിലെത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചെക്കന്മാരെ കൂടെ ചാടിച്ചാൻ ഇറങ്ങി. റിഫാന്റെ കുറവൊക്കെയാണ്. ചായ കൂടെ കഴിഞ്ഞ് 2 ഗ്രീൻ പീസ് ഓർഡർ ചെയ്തു. 5-6 ആൾക്കാർക്ക് ഈ ഗ്രീൻ പീസ് ഓടി എത്തൂലെന്നറിയാം. ഇത് പള്ളന്നറിയാൻ വാങ്ങിയതൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ ഒരു പതിവാണ്. അങ്ങനെ ഗ്രീൻ പീസും നിന്ന് കായും കൊടുത്ത് ഞങ്ങൾ വരി പോയി. അപ്പോൾ ബാക്കി പിന്നെ അസ്സലാമു അലൈക്കും.